First of all, I would like to thank Kathamrita Prabhu and Aishwarya Mataji for giving this opportunity. ഇന്ന് നമ്മൾ ഭഗവത്ഗീതയിലെ സെക്കൻഡ് ചാപ്റ്ററില് 34th വേഴ്സാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മംഗളാചരണം ചൊല്ലിയിട്ട് നമുക്ക് തുടങ്ങാം. ഓം അജ്ഞാനാതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനേ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद. पंचतत्वात्मकं कृष्णं भक्त रूप स्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्त शक्तिकं. कथांचन स्मृतेरस्मिन् दुष्करं सुकरं भवेत् विस्मृते विपरीतं स्यात् श्री चैतन्यं नमामि तं. वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. हरे कृष्णा 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 हरे 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 राम 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 हरे हरे. मूकं करोति वाचालं पंगुं लंघयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं. परमानन्दमाधवं श्रीचैतन्यमीश्वरम्. हरि ओम तत्सत्. ഹരേ കൃഷ്ണ. സോ രണ്ടാമത്തെ അധ്യായത്തില് 34ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അകീർത്തിം ചാപി ഭൂതാനി കഥയിഷ്യന്തി തേ വ്യയാം സംഭാവിതസ്യ ച കീർത്തിർ മരണാദതിരുച്യതേ. അകീർത്തിം ചാപി ഭൂതാനി കഥയിഷ്യന്തി തേ അവ്യയാം സംഭാവിതസ്യ ച കീർത്തിർ മരണാദതിരുച്യതേ. അകീർത്തിം ചാപി ഭൂതാനി കഥയിഷ്യന്തി തേ അവ്യയാം സംഭാവിതസ്യ ച കീർത്തിർ മരണാദതിരുച്യതേ. ഹരേ കൃഷ്ണ. ആരെങ്കിലും രണ്ട് ഭക്തന്മാർ ശ്ലോകം വായിക്കോ? ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വായിക്കട്ടെ മാതാജി? വായിക്കും മാതാജി. അകീർത്തിം ചാപി ഭൂതാനി കഥയിഷ്യന്തി തേ അവ്യയാം സംഭാവിതസ്യ ച കീർത്തിർ മരണാദതിരുച്യതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേറാരെങ്കിലും? ഭഗവാൻ തന്നെ പറയുന്ന വാക്കുകളാണ്, വായിക്കുന്നത് വളരെ വിശേഷം. ഹരേ കൃഷ്ണ. ഓക്കെ. ശ്രീദേവി മാതാജി ആ ട്രാൻസ്ലേഷനും പേർപ്പട്ട് ഒന്ന് വായിക്കുമോ മാതാജി പ്ലീസ്? ഹരേ കൃഷ്ണ മാതാജി. വിവർത്തനം ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദിക്ക് ജയ. ജനങ്ങളെല്ലാം നിന്നെ പഴിക്കും. ഒരു മാന്യ വ്യക്തിക്ക് മരണത്തെക്കാൾ ദുസ്സഹമാണ് അപമാനം. ഭാവാർത്ഥം. സുഹൃത്തിന്റെയും തത്വചിന്തകന്റെയും നിലയിൽ കൃഷ്ണ ഭഗവാൻ യുദ്ധം ചെയ്യില്ലെന്ന അർജുനന്റെ നിശ്ചയത്തെ പറ്റി അവസാന വിധി അരുളുകയാണ്. അർജുന, പോരിന് മുൻപ് തന്നെ ഈ രണാങ്കണം വിട്ടുപോയാൽ നീ തീരുവെന്ന് വിളിക്കപ്പെടും. രണാങ്കണത്തിൽ നിന്ന് ഓടിപ്പോയി ജീവൻ രക്ഷിക്കുകയാണെന്ന് വിചാരിക്കുക. നിനക്ക് ദുഷ്പേരുണ്ടാകും. ഇതിലും ഭേദം യുദ്ധത്തിൽ മരിക്കുകയാണ്. ഇതാണ് എന്റെ ഉപദേശം. നിന്നെ പോലെ മാന്യനായ ഒരു വ്യക്തിക്ക് മരണത്തെക്കാൾ കഷ്ടമാണ് ദുഷ്കീർത്തി. മരണത്തെ ഭയന്ന് ഇവിടം വിട്ട് ഓടരുത്. മരണമാണ് അതിലും ഭേദം. എന്റെ സൗഹാർദ്ദം ദുരുപയോഗപ്പെടുത്തിയെന്നും സമൂഹത്തിൽ നിനക്കുള്ള മാന്യത നഷ്ടപ്പെടുത്തിയെന്നുമുള്ള ദുഷ്പേരിൽ നിന്ന്
അത് നിന്നെ രക്ഷിക്കും. അർജുനൻ യുദ്ധത്തിൽ നിന്നും പിന്മാറിപ്പോകുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നതാണ് നല്ലത് എന്നതാണ് ഭഗവാന്റെ അന്തിമ തീരുമാനം. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി, താങ്ക് യു സോ മച്ച്. അകീർത്തിം ചാപി ഭൂതാനി കഥയിഷ്യന്തി തേ വ്യയാം സംഭാവിതസ്യ ച കീർത്തിർ മരണാദതിരുച്യതേ. സോ ഇതിന്റെ മുമ്പത്തെ ശ്ലോകത്തിലെല്ലാം പറയുന്നുണ്ട്. ഇതിന് മുമ്പത്തെ ശ്ലോകം എന്താ പറഞ്ഞേ? ഇതിന്റെ മുമ്പത്തെ ശ്ലോകത്തില് കർത്തവ്യം നിർവഹിച്ചില്ലെങ്കിൽ പാപമുണ്ടാകും, പാപമുണ്ടാകും. സോ യുദ്ധം ചെയ്യുന്നത് കൊണ്ട് പാപം വരുമെന്ന് അർജുനൻ പറഞ്ഞു. പക്ഷെ ഭഗവാൻ പറഞ്ഞു, ക്ഷത്രിയനായ നീ കടമയെ പ്രോപ്പർലി ചെയ്തില്ലെങ്കിൽ എനിക്ക് പാപം ഉണ്ടാവും. അപ്പൊ നിന്നെ എല്ലാരും എന്ത് പറയും? നീ ഒരു ആണേ അല്ല, നപുംസകമാണ് എന്ന് പറയും. അങ്ങനെ പറയും. സോ അകീർത്തി, അകീർത്തി ക്ഷത്രിയന്മാർ വളരെ പേടിക്കുന്ന കാര്യമാണ് അകീർത്തി. അകീർത്തി ക്ഷത്രിയ എല്ലാവർക്കും, എല്ലാവരും എല്ലാവരും പുകഴ്ത്തി പറയുകയാണെങ്കിൽ വളരെ സന്തോഷമായിരിക്കും. അകീർത്തി പറയുമ്പോ ഉണ്ടല്ലോ ഭയങ്കര വേദനയാ അല്ലെ? അപ്പൊ ഇന്നത്തെ കാലത്ത് അകീർത്തി എങ്ങനെയാ സ്പ്രെഡ് ചെയ്യുന്നത്? മോഡേൺ വേൾഡ് എങ്ങനെയാ അകീർത്തി പറയുന്ന? എല്ലാവരും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കണ്ടുപിടിച്ച ഉടനെ സോഷ്യൽ മീഡിയയില് റീൽസ് ഉണ്ടാക്കുക, ഇൻസ്റ്റഗ്രാം, ഇതില് വാട്സാപ്പ്, ഇനി എന്തെല്ലാം ഫേസ്ബുക്ക്, ഇനി എന്തിലെല്ലാം ഇടണോ എല്ലാം ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അകീർത്തി, പേരിനെ നശിപ്പിക്കുക. അകീർത്തി, ട്രോളിങ്. ഇപ്പൊ അതാണ് ഇന്റർനെറ്റിലെ ട്രോളിങ്, അതാണ്. ഇപ്പൊ കൃഷ്ണ പറയുന്നുണ്ട്, ഭഗവാൻ പറയുന്നുണ്ട്, ഇത് വളരെ ചീത്ത പേരുണ്ടാക്കും. ഇങ്ങനെ കർത്തവ്യം ചെയ്യാതെ നീ മാറി നിന്നാല് വളരെ ചീത്ത പേരുണ്ടാക്കും, വളരെ ചീത്ത പേരുണ്ടാക്കും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ എല്ലാവരും നമ്മളെല്ലാവരും പേടിക്കുന്നത് ആ ചീത്ത പേരാണ്. അതുകൊണ്ട് അർജുന ഡ്യൂട്ടി ചെയ്യണം. സോ ബിക്കോസ് ഉടനെ ചോദിക്കും, അർജുനൻ ആരാണ്? കൃഷ്ണന്റെ ഫ്രണ്ടാണ്. കൃഷ്ണൻ അർജുനനെ ഭഗവത്ഗീത ഉപദേശിച്ചു. ഭഗവത്ഗീത എന്ന് ഓർക്കുമ്പോ തന്നെ നമുക്ക് കൃഷ്ണനെ ഓർക്കുമ്പോ തന്നെ ഉടനെ അർജുനനും ഓർമ്മ വരും. ഗീതാപദേശം പടം കാണുമ്പോ തന്നെ നമുക്ക് രണ്ടുപേരെയും കാണാം. അപ്പൊ അർജുനൻ കർത്തവ്യം ചെയ്തില്ലെങ്കില് ആ അർജുനൻ, കൃഷ്ണന്റെ കൂടെ ഇരുന്ന അർജുനൻ എന്നിട്ട്, അതായത് ഭഗവാന്റെ കൂടെ ഇരുന്നിട്ട് ഒന്നും യൂസ്ലെസ്, ഈസ് എ യൂസ്ലെസ് ഫെല്ലോ, ഒന്നും ചെയ്തില്ല, ക്ഷത്രിയനായിട്ട് അവന്റെ കടമ പോലും നിർവഹിച്ചില്ല എന്ന് പറയും. സോ ഒരു ചീത്ത കർമ്മം ചെയ്യുമ്പോ അത് ചെയ്യുന്ന ആള് മാത്രമല്ല, അവരുടെ കൂടെ എല്ലാവരെയും അത് ബാധിക്കും. എസ്പെഷ്യലി നമ്മളൊരു ഭക്തനാവാൻ ശ്രമിക്കുമ്പോ, ഭക്തിയുത സേവനം ചെയ്യാൻ ശ്രമിക്കുമ്പോ ഉടനെ എന്തെങ്കിലും ഒരു ബാഡ് ബിഹേവിയർ, നമ്മുടെ ബിഹേവിയറിൽ എന്തെങ്കിലും ഒരു കുറവ്, സംതിങ് റോങ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാല്, അവനാണോ? അത് എപ്പോഴും ഹരേ കൃഷ്ണ അമ്പലത്തിൽ പോകുന്ന ആളല്ലേ, ഇസ്കോൺ ഡിവോട്ടി അല്ലേ, കൃഷ്ണഭക്തൻ ഇങ്ങനെയാണോ? ഉടനെ ആ അകീർത്തി അവനെ മാത്രമല്ല, അവൻ എവിടെ പോകുന്നുണ്ട്? സത്സംഗത്തിൽ പോകുന്നുണ്ട്. ആ പോകുന്ന സത്സംഗത്തിനും അവിടെയുള്ള ആചാര്യൻ ഗുരുവിനും, ഇന്നാരുടെ ശിഷ്യനാണ്, ഇന്നാരുടെ ക്ലാസ്സാ കേൾക്കുന്നത്, ഇന്നാരുടെ. അത് കഴിഞ്ഞിട്ട് ശ്രീല പ്രഭുപാദ, ഇസ്കോൺ, പിന്നെ കൃഷ്ണഭക്തൻ എന്നുള്ള ആ പേര്. അപ്പൊ ഒരു ഡിവോട്ടി ആയിരിക്കുമ്പോ വളരെ കെയർഫുൾ ആയിരിക്കണം. അകീർത്തി, ഒരു ബാഡ് ബിഹേവിയർ നമ്മുടെ ഭാഗത്തുനിന്ന്, ഒരു ബാഡ് ആക്ടിവിറ്റി വന്നു കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഒരു ഡിവോട്ടിയുടെ ഭാഗത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ, അത് ഉടനെ വലിയ ഒരു ദുഷ്പേര അവിടെ ഉണ്ടാക്കുന്നത്.
അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നെന്ന് വെച്ചാല് അർജുനൻ ഡ്യൂട്ടി ചെയ്യില്ല, അതാ ഇതാന്നെല്ലാം പറയുന്നുണ്ട്. പിന്നെ ഭഗവാൻ നല്ല പോലെ ഉപദേശിക്കുന്നുണ്ട് അവിടെ, ഫുൾ ഗീതാപദേശം ചെയ്യുമ്പോ അർജുനനോട് ഭഗവാൻ പറയുന്നുണ്ട്, നീ അകീർത്തി നിനക്ക് മാത്രമല്ല, അകീർത്തി നിനക്കും നിന്റെ കുലത്തിനും നിന്റെ ജ്യേഷ്ഠൻ യുധിഷ്ഠിരനും നിന്റെ സുഹൃത്ത് എനിക്കും എല്ലാവർക്കും നീ ചീത്തപ്പേരാ ഉണ്ടാക്കുന്ന. അകീർത്തി എല്ലാവർക്കും ഒരു ചീത്തപ്പേര്, അങ്ങനെ ചെയ്യാൻ പാടില്ല. സോ അത് ജനറലി ഇപ്പോ അതങ്ങനെയാണ്. ഒരു നല്ല പേര്, നല്ല ഒരു കാര്യം ചെയ്യുമ്പോൾ ആ നല്ല പേര് ആ ചെയ്യുന്നവർക്ക് മാത്രമല്ല, അല്ലെ, ആ ഫാമിലി, അവരുടെ ഫ്രണ്ട്സ്, എടാ നിന്റെ സുഹൃത്ത് ഇങ്ങനെ ചെയ്തു, എടാ നിന്റെ മീൻ ഇമ്മീഡിയറ്റ്ലി അത് അവരുടെ ഫ്രണ്ട്സിന്, അവരുടെ ഫാമിലിക്ക്, അവർ ഏത് സംസ്ഥാന ഇതില് ഏത് സത്സംഗത്തിൽ കണക്റ്റഡ് ആണോ അവിടെ എല്ലാവിടെയും ഇന്ന ആൾ ഇന്ന ഒരു കാര്യം ചെയ്തു, വളരെ ഗംഭീരമായിരുന്നു, വളരെ സൂപ്പറായി ചെയ്തു, പ്രവർത്തിക്കുകയാണെങ്കിൽ ഇങ്ങനെ പ്രവർത്തിക്കണം, ഇതുപോലെ വേണം ഒരു ഭക്തൻ, ഇതുപോലെ വേണം ഒരു ജെന്റിൽമാൻ, ഇതുപോലെ വേണം കർത്തവ്യങ്ങൾ നിർവഹിക്കും. അങ്ങനെ ഇറ്റ് ബ്രിങ്സ് ഗുഡ് നെയിം ടു എവറിബഡി. എല്ലാവർക്കും ഒരു നല്ല പേര് കൊണ്ടുവരും ഒരു നല്ല ബിഹേവിയർ ചെയ്യുമ്പോൾ. അതേ സമയത്ത് ഒരു നല്ല ബിഹേവിയർ അങ്ങനെ ചെയ്തില്ലെങ്കിൽ, അങ്ങനത്തെ ഒരു ദുഷ്കർമ്മം, ഒരു കർമ്മം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ അകീർത്തി തന്നെ മാത്രമല്ല, അല്ലേ, ഇത് നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ, ഇങ്ങനെ പലവിടെയും സംഭവിക്കുന്നതാണ് ഡേ ലൈഫിൽ. അതുപോലെ തന്നെ ഇപ്പൊ സ്കൂൾ പിള്ളേര്, കോളേജ് പിള്ളേരെല്ലാം വന്നിട്ട് പഠിക്കാതെ പോയാല്, നല്ലോണം പഠിക്കുന്ന പിള്ളേര് ഫോട്ടോ എല്ലാം വരും, എല്ലാറ്റിലും 100% സ്കോർ ചെയ്തു എന്ന് പറഞ്ഞ് ന്യൂസ് പേപ്പറിലും അതിലും ഇതിലും എല്ലാം പേരെല്ലാം വരും. അതേ അങ്ങനെ പഠിക്കാത്തവർ, സ്കൂളിലെ എക്സാം സമയത്ത് പഠിക്കാതെ പോയവർ എന്ത് ചെയ്യും? കോപ്പി അടിക്കും. എടാ നിന്റെ നോട്ട്സ് താ, പേപ്പർ താ എന്ന് പറഞ്ഞിട്ട് കോപ്പി അടിക്കും. പിടിച്ചു കഴിഞ്ഞാല് ചീത്തപ്പേര്. എന്റെ ഡിഗ്രി എക്സാമിനേഷൻ സമയത്ത് ഇങ്ങനെ ഒന്ന് നടന്നു. ഡിഗ്രി ആണോ PG ആണോ അറിയത്തില്ല. എക്സാമിനേഷൻ സമയത്ത് ഞങ്ങളുടെ എക്സാമിനേഷൻ ഹ്യൂജ് ഹാൾ, 1000 ആൾക്കാർ സ്റ്റുഡൻസ് മേലെ ഇരുന്ന് അവിടെ നിന്ന് എഴുതുക. ഒരു ഒരു സിസ്റ്ററിനെ പിടിച്ചു. അയാൾ ചോദിച്ച, അത് ഞാൻ എന്റെ 2 ബെഞ്ച് മുമ്പ് അങ്ങനെ എന്തോ ആയിരുന്നു. വാട്ട് ഈസ് ദിസ്? യു ആർ എ സിസ്റ്റർ, യു ആർ എ നൺ, ക്യാൻ യു ബിഹേവ് ലൈക്ക് ദിസ്? അങ്ങനെയാ ചോദിച്ചവര്. ഇവർ കോപ്പി അടിച്ചത് ഇവരുടെ അവർ ഉടനെ ചോദിച്ചത്, നിങ്ങൾ ഒരു നണ്ണാണോ, ഒരു സിസ്റ്റർ ആണോ, ഇങ്ങനെയാണോ ചെയ്യേണ്ട പ്രവൃത്തി? അവരുടെ ഫുൾ സൊസൈറ്റിക്ക് അത് ഒരു ചീത്ത പേരുണ്ടാക്കി അവിടെ. ഞാൻ ദൈവമേ, അപ്പോ അങ്ങനെയാണ്. സോ അപ്പൊ ഒരു ഡിവോട്ടി വന്നിട്ട് എസ്പെഷ്യലി ജപമാല എടുത്ത് ജപിക്കാൻ തുടങ്ങുമ്പോ ഒരു കണ്ടിമാല ധരിച്ച് ഒരു തിലകമെല്ലാം ധരിച്ച് ഞായറാഴ്ചയില് ഒരു സത്സംഗത്തിലെല്ലാം പോയി തുടങ്ങുമ്പോ നമ്മള് എല്ലാവരെക്കാട്ടിലും ബാക്കിയുള്ളവർ, ഇത് ഹരേ കൃഷ്ണയാ, ഇതൊരു ഭക്തനാ, അങ്ങനെ നമുക്കൊരു. അപ്പൊ നമ്മള് പടിപ്പടിയായിട്ട് മുന്നിലോട്ട് വരാൻ ശ്രമിക്കുമ്പോൾ അതിനെക്കാട്ടിലും കൂടുതൽ എക്സ്പെക്ടേഷനാ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും. ദേ എക്സ്പെക്ട് മോർ ആൻഡ് മോർ ആൻഡ് മോർ ഫ്രം അസ്. ഹരേ കൃഷ്ണ പോകുന്ന ആൾ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്, ഹരേ കൃഷ്ണ പോകുന്ന ആൾ ഇങ്ങനെയാണ്, ഉടനെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പറയും. സോ നമ്മളെക്കാട്ടിലും നമ്മുടെ ആക്ടിവിറ്റീസ് വന്ന് ബാക്കിയുള്ളവർ നോക്കിക്കൊണ്ടേയിരിക്കുക. എസ്പെഷ്യലി നമ്മൾ ഭഗവാന്റെ കൂടെ കണക്ട് ആകുമ്പോൾ. കള്ളുകുടിയന്മാര് കള്ളു കുടിച്ചു, അവിടെ ഫൈറ്റ് ചെയ്തു, റേസില് പോയി, അത് ചെയ്തു ഇത് ചെയ്തു, അതാരും ബോധറിയില്ല, അത് ഒരു ദിവസം 100 ഇത്. പക്ഷെ ഒരു ഭക്തൻ അങ്ങ് ചെയ്യുമ്പോ എങ്ങനെ ഇത് ചെയ്തു, അങ്ങനെ. അപ്പോ നമ്മൾ വന്നിട്ട് ഭഗവാന്റെ സെർവൻസ് ആയിട്ട്, ഭഗവാന്റെ സേവകന്മാരായിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ നമ്മള് യു ഷുഡ് ബി വെരി കെയർഫുൾ, യു ആർ റെപ്രസെന്റിങ് ദ സൊസൈറ്റി, അങ്ങനെയെല്ലാം. അപ്പോ വെരി സീരിയസ്. കൃഷ്ണ വന്ന് പറയുന്നുണ്ട്, ഭയങ്കര സീരിയസ് ആണ്. ബിക്കോസ് ഒരു ചീത്ത പേരായി കഴിഞ്ഞാലുണ്ടല്ലോ, അത് കാലാകാലത്തിനും ഭയങ്കര ഒരു ചീത്ത പേര്. അത് വന്നിട്ട് പേര് മാറ്റാനേ പറ്റില്ല.
ഒരു വീട്ടിൽ ഒരു ചീത്ത കാര്യം നടന്നതെന്ന് വെച്ചാൽ ആ വീട്ടിനെ ഐഡന്റിഫൈ ചെയ്യുന്നതേ ആ ഒരു പേര് വെച്ചിട്ടാണ്. ആ അങ്ങനെ ചെയ്ത ആ വീടല്ലേ. ആ ഞങ്ങളുടെ വീടിന് മുമ്പ് ഒരാള് ഇങ്ങനെ തൂങ്ങി മരിച്ചു. അപ്പൊ ഇപ്പോഴും അയാൾ നല്ല പൊസിഷനിലായിരുന്നു, പൊളിറ്റിക്സിലെ വലിയ ഒരു പൊസിഷനിലായിരുന്നു. 2-3 ബിസിനസ്സും കാര്യങ്ങളെല്ലാം. അതെല്ലാം ഇപ്പൊ ആരും പറയുന്നില്ല. ആ തൂങ്ങി മരിച്ച ഇന്നാരുടെ വീടല്ലേ, അതാ പറയുന്ന. അഡ്രസ് ലൊക്കേഷൻ പറയുമ്പോ വലിയ പുള്ളിയായിരുന്നു, അതായിരുന്നു, അതെല്ലാം ആരും പറയുന്നില്ല. എന്തെങ്കിലും ഒരു ദുഷ്കാര്യം ചെയ്തു കഴിഞ്ഞാല് ആ അകീർത്തി, അത് ആള് പോയി കഴിഞ്ഞു, എന്നാലും ആ ഫാമിലി ആൾക്കാർ അതെല്ലാം കേട്ടോണ്ടിരിക്കുന്നു ഇപ്പോഴും. അങ്ങനെയെല്ലാം. സോ വി ഷുഡ് ബി വെരി വെരി കെയർഫുൾ. അങ്ങനെ. ഹരേ കൃഷ്ണ. ഓക്കെ. ഇപ്പൊ എത്ര പേര് കുട്ടികൾക്ക് രാവണൻ എന്ന് പേര് വെക്കാൻ ആഗ്രഹിക്കും? രാവണൻ, ഹിരണ്യകശിപു, ശകുനി, ദുര്യോധനൻ, ദുശാസൻ, ഇങ്ങനത്തെ പേരിൽ ആരെങ്കിലും വെക്കോ? ഹരേ കൃഷ്ണ. ഇങ്ങനത്തെ പേര് ആരെങ്കിലും കുട്ടികൾക്ക് വെക്കോ? ഇല്ല. അല്ല, മാതാജിമാരുടെ പേര് പറയാ. പിതാജീസിനെ മാത്രം പറഞ്ഞു, പ്രഭുക്കളെ മാത്രം പറയണ്ട. മാതാജിമാര്, മന്ദര, പൂതന, ഇങ്ങനത്തെ പേര് ആരെങ്കിലും വെക്കോ? ഇല്ല. വെക്കൂല. എന്തുകൊണ്ട് വെക്കൂല? മന്ത്രയും പൂതനയെല്ലാം രാക്ഷസികളാ. അവർ ചെയ്ത കർമ്മം നല്ല കർമ്മം അല്ല. അവരൊരു മന്ദര ചീത്തപ്പേര് ആരും വെക്കില്ല. ആ പേര് ആരും കുട്ടികൾക്ക് വെക്കില്ല. അതെല്ലാം എപ്പോഴോ മുമ്പത്തെ യുഗങ്ങളിൽ നടന്നാലും ആ പേര് ഇപ്പോഴും ആരും വെക്കില്ല. അപ്പോ ടൈം ഇൻ മെമ്മോറിയൽ, കാലങ്ങൾ പോയാലും ആ അകീർത്തി, ആ ചീത്ത പേര് എന്ന് പറയുന്ന സംഭവം മാറില്ല. അത്രയും പെട്ടെന്ന് ഒരു നല്ല പേരുണ്ടാക്കാൻ കുറെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. ഒരു ചീത്ത പേര് വന്നു കഴിഞ്ഞാൽ അത് മായ്ച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ ഈവൻ പഴയ ഹിസ്റ്ററി എല്ലാം എന്തിനാ, ഇന്നത്തെ കാലത്തും ഹിറ്റ്ലർ ആരും പേര് വെക്കില്ല. ഇല്ല, നമ്മുടെ ചന്ദനം ഇത് സ്മഗിൾ ചെയ്ത വീരപ്പൻ ആരും പേര് വെക്കില്ല. ചന്ദൻ, അവര് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് ടെററിസ്റ്റും കാര്യങ്ങളും അങ്ങനെയെല്ലാം ഓർമ്മ വരുന്നത്, ഹിറ്റ്ലറുടെ പേര്. സോ വി വിൽ നോട്ട് കീപ് ബാഡ് നെയിംസ്. ബാഡ് നെയിംസ് വന്ന് വെക്കൂല. ബിക്കോസ് അവര് ചെയ്ത പ്രവൃത്തികൾ അങ്ങനെ ആയതുകൊണ്ട് അവർക്ക് അകീർത്തി കിട്ടി. അകീർത്തി അത് അവർ പോയി കഴിഞ്ഞാലും അകീർത്തിം ചാപി ഭൂതാനി കഥയിഷ്യന്തി തേ അവ്യയാം. അവ്യയാംന ഫോർ എവർ. അവ്യയാം, അവ്യയാംന മലയാളം ട്രാൻസ്ലേഷൻ എന്താ കൊടുത്തിരിക്കുന്നത്? അവ്യയാം വേർഡ് ടു വേർഡ് മീനിങ്ങില് കാലാകാലത്തിന് നശിക്കാത്ത, നശിക്കാത്ത, ഒരിക്കലും നശിക്കില്ല ആ പേര്. ആ ചീത്ത പേര്, അകീർത്തി ഒന്നും ഉണ്ടായി കഴിഞ്ഞാല് ഒരിക്കലും നശിക്കത്തില്ല. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കും. വളരെ റെസ്പെക്ടബിൾ ഫാമിലിയിലെ നല്ല ഒരു ഫാമിലിയില് വന്ന് അർജുനനായിട്ടുള്ള നീയെ ഇങ്ങനെ നീ വന്നിട്ട് യുദ്ധം ചെയ്യില്ല എന്ന് ഓടിപ്പോയാല് എന്ത് പറയും എല്ലാരും? നീ വളരെ ദയയെ കാണിച്ചു, അയ്യോ എന്റെ ഫാമിലി മെമ്പേഴ്സിനെ കൊന്നിട്ട് അങ്ങനെ ഒരു രാജ്യം എനിക്ക് വേണ്ട, എന്റെ മാമനെ കൊല്ലണ്ട, എന്റെ അപ്പൂപ്പനെ കൊല്ലണ്ട, എന്റെ പിതാമകനെ കൊല്ലണ്ട, എന്റെ എന്താ പറയാ, എന്റെ സഹോദരന്മാരെ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ച് നീ യുദ്ധം ചെയ്യില്ല എന്ന് വിചാരിക്കില്ല. പക്ഷേ നീ ഒരു നപുംസകമാണ്, നീ ഒരു പേടിച്ച് പുറം കാണിച്ച് ഓടിയ ക്ഷത്രിയനാണ് എന്ന് പറയും. അതുകൊണ്ട് ഡോണ്ട് ഗെറ്റ് ബാഡ് നെയിം ഫോർ യുവർ സെൽഫ്. അകീർത്തി അത്രയും മോശമാണ്. അകീർത്തി വന്നിട്ട് നീ ഇത്രയും നല്ല അർജുനൻ എന്ന് പറഞ്ഞ ദ ബെസ്റ്റ് ധനുർധാരി ഇൻ ദ വേൾഡ്, ലോകത്തിലെ ശ്രേഷ്ഠമായ ധനുർധാരി എന്നുള്ള ഒരു പേരിനെ നീ നശിപ്പിക്കാതെ, ബിക്കോസ് മരണാത് അതിരുച്ചത്തെ, മരണാത് അതിരുച്ചത്തെ, അതിനെക്കാട്ടിലും മരിക്കാം എന്ന് പറയുന്നു ഭഗവാൻ. ഡോണ്ട് സ്പോയിൽ യുവർ നെയിം ഫോർ എ റെസ്പെക്ടബിൾ പേഴ്സൺ. റെസ്പെക്ടബിൾ പേഴ്സൺ എന്താണ്? ഡിസോണർ ഇസ് വേഴ്സ് ദാൻ ഡെത്ത്. ഡിസോണർ, അകീർത്തി വന്നിട്ട് മരിക്കുക കൂടെ ചെയ്യാം, പക്ഷെ ഒരു അകീർത്തി വന്നിട്ട് കേൾക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അത് സത്യമല്ലേ? ഭഗവാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? അപ്പോ പണ്ടത്തെ കാലത്ത് ഈ ഇപ്പോഴും ഉണ്ട്, ഇപ്പൊ നമ്മൾ അത്രയ്ക്ക് എക്സിസ്റ്റിംഗ് അല്ല. മനുഷ്യന്മാരുടെ മെന്റാലിറ്റി അനുസരിച്ച്
വർണ്ണാസ് ഉണ്ടായിരുന്നു. വർണ്ണം, ഓരോ വർണ്ണത്തിന്റെ ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു. എല്ലാരും എന്റെ കൂടെ ഉണ്ടോ? ഹരേ കൃഷ്ണ. ഉണ്ട്. ഓക്കേ, ശരി. അപ്പം വർണ്ണാസ് ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ശൂദ്രൻ വന്നിട്ട് ഒരു മിസ്റ്റേക്ക് ചെയ്യുകയാണെങ്കിൽ ആ ശൂദ്രൻ എന്ത് ചെയ്യുന്ന വെച്ചാല്, ഈ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എല്ലാം ഉണ്ട്. ഇതെല്ലാം വന്നിട്ട് ഭഗവാൻ പറഞ്ഞു ബേസ്ഡ് ഓൺ ദ ഗുണാസ് ആണ്. അവരുടെ മെന്റാലിറ്റി അനുസരിച്ചാണ്, അവരുടെ ഏത് മെന്റാലിറ്റി അതിനനുസരിച്ചാണ് അവരുടെ ബിഹേവിയറും കാര്യങ്ങളെല്ലാം. അപ്പൊ ഒരു ശൂദ്രനായിട്ട് ജനിച്ച ഒരാൾ വന്നിട്ട് ഒരു മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ ആ ശൂദ്രനെ പിടിച്ച് എന്ത് ചെയ്യുന്ന വെച്ചാല് നല്ലോണം അടിച്ച് കാരാഗ്രഹത്തിലാക്കി, ജയിലിലാക്കി, നല്ല പോലെ നല്ല അടി കൊടുത്ത്, പിന്നെ ഒരു ഫ്രീഡമും ഇല്ലാതെ ഭയങ്കര ഒരു ഇത് അനുഭവിച്ച്, പിന്നെ വെരി ലോ ക്വാളിറ്റി ഫുഡ്. ആ ഫുഡ് പറഞ്ഞാല് അയ്യോ അതെങ്ങനെ കഴിക്കുന്നു, അങ്ങനത്തെ ഒരു ലോ ക്വാളിറ്റി ഫുഡാ ഒരു ശൂദ്രനെ കൊടുക്കുന്നത് ജയിലിലെ പോകുമ്പോ. അപ്പൊ അത് വന്നിട്ട് അവനെ വന്നിട്ട് റിയലൈസ് ചെയ്യിപ്പിക്കും, എന്താണ് അയ്യോ ഞാൻ ചെയ്തത് മിസ്റ്റേക്ക് അല്ലേ, ഞാൻ മര്യാദയ്ക്ക് ഇരുന്നെങ്കിൽ ഇങ്ങനെ ജയിലിന്റെ അകത്ത് വന്ന് ഇങ്ങനത്തെ അടിയും ഇങ്ങനത്തെ ലോ ക്വാളിറ്റി ഫുഡും ബേസിക് സൗകര്യം പോലും ഇല്ലാത്ത ഒരു സ്ഥലത്തിൽ ഞാൻ ഇങ്ങനെ വന്ന് കിടന്ന് കഷ്ടപ്പെടുന്നല്ലോ എന്ന് ഒരു ശൂദ്രൻ വന്ന് അപ്പൊ ചിന്തിക്കും. അതേ ഒരു വൈശ്യന്റെ അറ്റാച്ച്മെന്റ് എതിലാണ്? ഒരു വൈശ്യൻ എന്താ ചെയ്യണേ? വ്യവസായം, ഇൻ ജനറൽ ബിസിനസ്. ഓക്കെ. അപ്പൊ അവര് വന്ന് ഒരു വൈശ്യൻ വന്നിട്ട് ഒരു മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ വൈശ്യന്റെ കയ്യിൽ ഈ വ്യവസായവും കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ എന്തുണ്ടാവും? ആളുടെ കയ്യില് ധനം ഉണ്ടാവും, പൈസ ഉണ്ടാവും. വെരി ഗുഡ്. ബിസിനസ് ആൾക്കാരുടെ കയ്യിൽ ഇഷ്ടം പോലെ ധനം ഉണ്ടാവും. അപ്പൊ ഒരു വൈശ്യനെ വന്നിട്ട് ഫീൽ ചെയ്യിങ്ങനെ, വൈശ്യൻ ഒരു മിസ്റ്റേക്ക് ചെയ്താൽ അവന് ഭയങ്കര പ്രിയമായിട്ടുള്ളത് പൈസയാ. അപ്പൊ ഒരു വൈശ്യൻ മിസ്റ്റേക്ക് ചെയ്താൽ അവന് നല്ല ഒരു ഫൈൻ ഉണ്ടാവും. ആ പണ്ടത്തെ കാലത്ത് 100 സ്വർണ്ണ മുദ്ര എന്നെല്ലാം പറയുമ്പോ, അയ്യോ ഇന്ന് ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് പോയല്ലോ എന്ന് ഭയങ്കര വേദനയായിരിക്കും. ബിക്കോസ് വൈശ്യ കനോട്ട് ഡിറ്റാച്ച് ഹിംസെൽഫ് ഫ്രം മണി. ആ പൈസ, ആ സ്വത്ത്, അതിൽ നിന്ന് ഭയങ്കര അറ്റാച്ച്മെന്റ്. അപ്പൊ ഒരു വൈശ്യനെ വന്ന് ഒരു പാഠം പഠിപ്പിക്കണമെങ്കിൽ, തെറ്റ് ചെയ്ത ഒരു വൈശ്യന് അപ്പൊ വന്നിട്ട് നല്ല പോലെ ഫൈൻസ് എല്ലാം ഉണ്ടാവും. നമ്മൾ ക്ഷത്രിയനെ കുറിച്ച് പിന്നെ ഒരു ബ്രാഹ്മണൻ വന്നിട്ട് ബ്രാഹ്മണന്റെ അവൻ വന്നിട്ട് എന്താ പറയുന്ന ഭയങ്കര സാത്വികായിട്ടുള്ള ഒരു പേഴ്സണാ. അപ്പൊ ഒരു ബ്രാഹ്മണന്റെ അടുത്ത് വന്നിട്ട് ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഇതുപോലത്തെ ഇത് നിന്റെ അടുത്ത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് ആ ഒരു വാക്ക് പറഞ്ഞാൽ മതി. നീയാണോ ഇങ്ങനെ ചെയ്തത്? ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച് ഇതാണോ നീ ചെയ്ത കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും അവർ മരിച്ചു പോകും. ഒരു ബ്രാഹ്മണൻ വന്നിട്ട് അത് സഹിക്കാൻ പറ്റില്ല, ബിക്കോസ് അവര് അതുപോലെ ഉള്ളവർ. അപ്പൊ ഹി കനോട്ട് ടോളറേറ്റ്, അങ്ങനെ ഒരു ഇത് പറയുന്നത് ഒരു ബ്രാഹ്മണനെ കൊണ്ട് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ വിചാരിക്കും ഇത് കേൾക്കുന്നതിനെക്കാട്ടും മരിച്ചേ പോവാന്ന് വിചാരിക്കും ഒരു ബ്രാഹ്മണൻ. ഇപ്പൊ നമ്മൾ ക്ഷത്രിയനെ നോക്കുവാണെങ്കിൽ, ക്ഷത്രിയനെ വന്നിട്ട് അകീർത്തി, ഒരിക്കലും ഒരു ഡിസ്റെസ്പെക്ട്, ഒരു എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഒരു മഹാരാജാവ് വരുന്നു, മിനിസ്റ്റർ വരുന്നു, എന്ന് വെച്ചാൽ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് റെസ്പെക്ട് ചെയ്യുന്നു. ഇപ്പൊ വന്ന് എല്ലാരും ഒരു കട്ടുവചനം പറഞ്ഞ് നപുംസകമാണ്, ആണേ അല്ല, അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പറയുമ്പോ അത് കേൾക്കുമ്പോഴത്തേക്ക് ഇവർക്ക് മരിച്ചാൽ മതി എന്ന് തോന്നും. മരണാദതിരുച്യത്തെ. കൃഷ്ണ സേസ് എന്താ പറയുന്ന, ഇതിനെക്കാട്ടിലും മരിക്കുന്നതേ ബെറ്റർ. ഇങ്ങനെ ഒരു ഭഗവാൻ പറയുന്നുണ്ട്. ഭഗവാൻ വന്നിട്ട് അർജുനൻ ഭയങ്കര ഫോർച്ചുനേറ്റ് ആയിരുന്നു. ഭഗവാന്റെ ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻസ്, നല്ല ഒരു കൺഫ്യൂഷൻ, എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തമില്ലാതെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നപ്പോ ഭഗവാൻ വന്നിട്ട് അവിടെ വരുന്നുണ്ട്. ഭഗവാൻ വന്നിട്ട് ഫ്രണ്ടായിട്ട്, കൃഷ്ണന്റെ ബെസ്റ്റ് ഫ്രണ്ടുമാണ്. ഫ്രണ്ട്, ഫിലോസഫർ, ഗൈഡ് എല്ലാം ഭഗവാനാണ്. ഭഗവാൻ പറയുന്ന ശില പ്രഭുപാദ് പർപ്പോട്ടില് പറയുന്നുണ്ട്, ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് ഗൈഡ് എല്ലാമേ. അപ്പൊ ഒരു ഫ്രണ്ടോട് പോയി എന്തും പറയാ, എനിക്ക് ഇതുപോലെ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്,
ഒരു ഫിലോസഫർ എന്ത് വേണം എന്ത് ചെയ്യണം, അപ്പൊ ശരിക്കുള്ള സിദ്ധാന്തം എന്താണ് ഒരു ഫിലോസഫർ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. ഒരു ഗൈഡ്, ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡാ, എനിക്ക് അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയുന്നില്ല എന്ന് പറയുമ്പോ, ഹരേ കൃഷ്ണ, എല്ലാവരും ദയവായി ഒന്ന് മ്യൂട്ടിലിരിക്കുമോ? അപ്പോ പ്ലീസ് മ്യൂട്ട് യുവർ മൈക്രോഫോൺസ്. ഹരേ കൃഷ്ണ. അപ്പം കൃഷ്ണൻ വന്നിട്ട് അർജുനന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്, ഫിലോസഫർ, ഗൈഡ് ആയിട്ട് അവിടെ ഉണ്ട്. അപ്പൊ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഇനി ഗൈഡ് ചെയ്യണം, എനിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഗൈഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഭഗവാൻ വന്നിട്ട് അവിടെ ഗൈഡ് ആയിട്ടിരുന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് എന്താണ് ബെറ്റർ, യു ഷുഡ് ഗോ ആൻഡ് ഫൈറ്റ്. ക്ഷത്രിയൻ, ക്ഷത്രിയൻ എന്ന് പറയുന്ന വാക്കിന് അർത്ഥം എന്താണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ക്ഷത്രിയ പറഞ്ഞ ക്ഷതത്തിൽ നിന്നും ത്രാണനം ചെയ്യുന്ന ആൾ. ആരാ പറഞ്ഞത്? ശ്രീദേവി ആണോ? യെസ്, ക്ഷത്രിയ. ക്ഷത്രിയ എന്ന് പറഞ്ഞ ഐ മീൻ അവർ എന്തും ഫേസ് ചെയ്യാൻ, ഒരിക്കലും അവർ വന്നിട്ട് അവരുടെ നെഞ്ചത്ത് ആരോസ് എല്ലാം കൊണ്ട് ധൈര്യമായിട്ട് യുദ്ധക്കളത്തിൽ നിൽക്കുന്നവരാണ് ഒരു ക്ഷത്രിയൻ. എല്ലാവരെയും അധർമ്മത്തിലിരുന്ന് കാത്തു രക്ഷിച്ച് അങ്ങനത്തെ ആളാണ് ക്ഷത്രിയൻ. അങ്ങനെ ഒരു ക്ഷത്രിയ കുലത്തില് ജനിച്ചിട്ട് ഇതുപോലെ ചെയ്യുന്നത് ശരിയാണോ എന്ന്. പണ്ടത്തെ കാലത്ത് ക്ഷത്രിയന്മാരെല്ലാം യുദ്ധക്കളത്തിൽ പോയിട്ട് യുദ്ധത്തിലിരുന്ന് തിരിച്ചു വരുമ്പോ അവര് ഭയങ്കര വെൽക്കം ആയിരിക്കും. അപ്പൊ അവർ കൊണ്ട ഈ ആരോസ് എല്ലാം എന്താ പറയാ, അവർക്ക് കുറെ വടുക്കളെല്ലാം ഉണ്ടാവും. എങ്ങനെ പറയണമെന്ന് എനിക്കറിയുന്നില്ല. അവർക്ക് വന്ന് കുറെ ഇഞ്ചുറീസ് ഉണ്ടാവും, യുദ്ധകളത്തില് കുറെ ഇഞ്ചുറി ആയിട്ടുണ്ടാവും കുറെ. അപ്പൊ അതിന്റെ മാർക്കെല്ലാം വന്ന് അവർ ഭയങ്കര പ്രൗഡായിട്ട് അവരിങ്ങനെ യുദ്ധത്തില് ഇന്ന അസ്ത്രത്തിന് ഞാൻ ഫേസ് ചെയ്തു, ഇത് ഫേസ് ചെയ്തു, അത് ഫേസ് ചെയ്തു, അതെല്ലാം റിട്ടാലിയേറ്റ് ചെയ്തിട്ട് ഞാൻ വിജയിച്ചു എന്ന് പറഞ്ഞു വരും. അതുപോലെ തന്നെ ക്ഷത്രാണികള് അവരുടെ ഭാര്യമാര് അവരെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഈഗറായിട്ട് വീട്ടിൽ അവരെ അവിടെ കാത്തിരിക്കും. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ചാല് ഇങ്ങനെ ആരത്തി താലം എല്ലാം എടുത്തിട്ട് വന്ന് ആരതി ഒഴിഞ്ഞ് അങ്ങനെയെല്ലാം. അപ്പൊ വരുമ്പോ അവർ പറയും, ക്ഷത്രാണി വന്ന ഉടനെ പറയുന്നു, അബൌട്ട് ടേൺ, അബൌട്ട് തിരിഞ്ഞ് നീ നോക്കട്ടെ നിനക്ക് എവിടെയാ ഇഞ്ചുറി ആയിരിക്കുന്നതെന്ന്, എവിടെയാ പരിക്കേറ്റിരിക്കുന്നത്, എന്താ പറയാ, ഇഞ്ചുറീസ് എല്ലാം എവിടെയാ ഇരിക്കുന്നത് அப்படின்னு. പുറമുതുകില് ബാക്ക് സൈഡില് വന്നിട്ട് ഇഞ്ചുറി ആയിട്ടുണ്ടെങ്കിൽ ഗെറ്റ് ലാസ്റ്റ്, ഇവിടുന്ന് പോയിക്കോ, നീ ഒരു എന്താ പറയാ, യു ആർ എ കവേർഡ്, നീ വന്നിട്ട് ഒരു വീരശൂരൻ അല്ല, പോയിട്ട് നെഞ്ചത്ത് കൊണ്ടിട്ട് വാ, എന്നിട്ടാ വീടിന്റെ അകത്ത് കയറിയാ മതി, നോ എൻട്രി, വീടിന്റെ അകത്ത് എൻട്രി ഇല്ല എന്ന് പറഞ്ഞ് ക്ഷത്രാണി വന്നിട്ട് ഭർത്താവിനെ അയച്ചു വിടുന്നു. അങ്ങനത്തെ ക്ഷത്രാണികളായിരുന്നു. ക്ഷത്രിയമാർ അതുപോലെ തന്നെ ഒരിക്കലും യുദ്ധത്തിൽ വന്നിട്ട് മടിച്ചു നിൽക്കില്ല. അങ്ങനത്തെ ഒരു കുലത്തില് ജനിച്ചിട്ട് ഇങ്ങനെ ഓടിപ്പോയി എന്നേ പറയുള്ളൂ. അതുകൊണ്ട് ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നീ എന്താ നിന്റെ കുലത്തിന് ഒരു ചീത്ത പേരുണ്ടാക്കുന്നുണ്ട്. അത് മാത്രല്ല, see, and if you think that people may call you bad names, but you will be able to save your life by fleeing from the battlefield. And then my advice is that you do better to die in the battle. For a respectable man like you, ill fame is worse than death. നിന്ന മാതിരി ഒരു റെസ്പെക്ടബിൾ ഫാമിലിയിൽ ജനിച്ച ഒരാൾക്ക് ഈ അകീർത്തി എന്ന് പറയുന്നത് മരണത്തിനെക്കാട്ടിലും മോശമാണ്. അതുകൊണ്ട് പേടിക്കാൻ പാടില്ല, യുദ്ധത്തിലിരുന്ന് പിന്മാറാൻ പാടില്ല, യുദ്ധത്തിൽ പോയി മരിക്കുക എന്ന് പറയും. അത് അടുത്തത് ഭഗവാൻ പറയുന്നുണ്ട്, ദാറ്റ് വിൽ സേവ് യു ഫ്രം ദ ഇൽ ഫെയിം ഓഫ് മിസ്യൂസിങ് മൈ ഫ്രണ്ട്ഷിപ്പ്, ഫ്രം ലൂസിങ് യുവർ പ്രസ്റ്റീജ് ഇൻ ദ സൊസൈറ്റി. ആദ്യത്തെ പാരഗ്രാഫിന്റെ ലാസ്റ്റ് ലൈൻ വായിക്കണേ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഭാവാർത്ഥത്തിന്റെ ലാസ്റ്റോ? അല്ലല്ല, ഈ പർപ്പോട്ടില് 2 പാരഗ്രാഫ് ഉണ്ട്. അതില്
ആദ്യത്തെ പാരഗ്രാഫിന്റെ ലാസ്റ്റ് ലൈൻ. ദാറ്റ് വിൽ സേവ് യു ഫ്രം ഇൽ ഫെയിം ഓഫ് മിസ്യൂസിങ് മൈ ഫ്രണ്ട്ഷിപ്പ്. ഒരു പാരഗ്രാഫേ ഉള്ളൂ. അതില് ഒരു പാരഗ്രാഫേ ഉള്ളൂ മാതാജി. എന്റെ ഫ്രണ്ട്ഷിപ്പിനെ നീ മിസ്യൂസ് ചെയ്തെന്നുള്ള ഒരു വേർഡ് വരുന്നത് ആ ലൈനാണ് എനിക്ക് വായിക്കണ്ടേ. എന്റെ സൗഹാർദ്ദം ദുരുപയോഗപ്പെടുത്തിയെന്നും സമൂഹത്തിൽ നിനക്കുള്ള മാന്യത നഷ്ടപ്പെടുത്തിയെന്നുമുള്ള ദുഷ്പേരിൽ നിന്ന് അത് നിന്നെ രക്ഷിക്കും. അർജുനൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറി പോകുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നതാണ് നല്ലത് എന്നതാണ് ഭഗവാന്റെ അന്തിമ തീരുമാനം. അപ്പൊ നീ എന്റെ കൂട്ടുകാരനായിരുന്നിട്ട് എന്റെ മിസ്യൂസിങ് മൈ ഫ്രണ്ട്ഷിപ്പ്, നീ എന്റെ ഫ്രണ്ട്ഷിപ്പിനെ നീ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. യു ആർ മിസ്യൂസിങ് മൈ. അർജുനൻ എന്ന് പറഞ്ഞാല് കൃഷ്ണന്റെ ഫ്രണ്ട് എന്നാ പറയുന്നത്. നമ്മൾ ഭഗവത്ഗീത എന്ന് പറഞ്ഞാല് ഉടനെ കൃഷ്ണ ആൻഡ് അർജുന. അപ്പൊ എന്റെ ഫ്രണ്ട്ഷിപ്പിന് നീ ഭഗവാന്റെ ഫ്രണ്ട് ആയിരുന്നിട്ട് അതിനെ മിസ്യൂസ് ചെയ്തിട്ട് നിനക്ക് മാത്രമല്ല ചീത്ത പേര്, നിന്റെ കൂടെ നിന്ന് എനിക്കും ഇൽഫേമാണ്, എനിക്കും ചീത്ത പേരാണ്. അങ്ങനെയത്തെ ചീത്ത പേരാണ്. അതുകൊണ്ട് നീ വന്നിട്ട് യൂസ്ലെസ് ആവാൻ പാടില്ല. നിന്റെ കുടുംബത്തിലുള്ള നല്ല പേരിന് മിസ്യൂസ് ചെയ്യാൻ പാടില്ല, എല്ലാത്തിനും നശിപ്പിക്കാൻ പാടില്ല. അതിനെക്കാട്ടിലും ബെറ്റർ എന്താണ്? യുദ്ധകളത്തില് പോയി വീരഗതി പ്രാപ്തിയാക്കൂ, കുഴപ്പമില്ല. അത് നിനക്ക് കീർത്തിയെ ഉണ്ടാക്കുള്ളൂ. ഇങ്ങനെ അകീർത്തി കൊണ്ടുവരില്ല. അകീർത്തി കിട്ടിപ്പോയ ജനറേഷന് ഈ വീട്ടുകാരനാണ്, ഈ അങ്ങനത്തെ പേര് ഉണ്ടാവും. സോ അകീർത്തി ഒരിക്കലും പാടില്ല. ഓക്കെ, ഇതിലിരുന്ന് നമുക്ക് എന്താണ് ലെസൺ? ആരെങ്കിലും പറയൂ. എല്ലാരും അവരവരുടെ ഒപ്പീനിയൻസ് പറയാം. ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു. ഇതിന് നമുക്ക് ഭഗവാൻ നമ്മളെ എന്താ പഠിപ്പിക്കുന്നത്? ഭഗവാന് നമ്മൾ ദിവസം കുരുക്ഷേത്ര യുദ്ധത്തിൽ പോവാണോ? നമ്മുടെ ധർമ്മം നമ്മൾ പാലിക്കുക എന്നുള്ളത്. നമ്മുടെ ധർമ്മം നമ്മൾ പാലിക്കുക. യെസ്, താങ്ക് യു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം? ഹരേ കൃഷ്ണ മാതാജി. നമ്മള് മറ്റുള്ളവരുടെ ഇത് കേൾക്കാതെ നമ്മള് കേൾക്കാൻ നിൽക്കണ്ട. അതായത് നമുക്ക് നല്ലത്, അതായത് സമൂഹത്തിന് നന്മയായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അതാണ് നമ്മളുടെ മാതാജി പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കർമ്മം നമ്മൾ പാലിക്കുക. താങ്ക് യു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും? ഞാൻ മാത്രം സംസാരിച്ച അതെങ്ങനെയാ? ഹരേ കൃഷ്ണ. ഓക്കെ, സോ അർജുനൻ മാത്രം യുദ്ധകളത്തില് ഇതെല്ലാം ഫേസ് ചെയ്യുന്നില്ല. നമ്മളും ഓരോരോ ദിവസവും ഒരു ധർമ്മയുദ്ധം തന്നെയാണ് നമുക്കും നടക്കുന്നത്. എന്താണ്? നമുക്കും പല ഇതുപോലത്തെ ഒരു കൺഫ്യൂസിങ് സിറ്റുവേഷൻസ് വരുന്നുണ്ട്. ഉണ്ടോ ഇല്ലേ? അടുത്ത് എന്ത് വേണം, എന്ത് ഡിസിഷൻ എടുക്കണം, എന്താ ചെയ്യണ്ടേ, ഇത് എനിക്ക് ശരിയായിട്ട് തോന്നുന്നുണ്ട്, ഇത് പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ, ഇങ്ങനത്തെ സംശയങ്ങൾ എല്ലാവർക്കും വരും. അപ്പൊ വന്നിട്ട് നമ്മൾ വിചാരിക്കും, ഓ അർജുനനെ പറപ്പിക്കാൻ കൃഷ്ണൻ ഉണ്ടായിരുന്നു, എനിക്കില്ലല്ലോ, എനിക്ക് ആരുമില്ലല്ലോ, അങ്ങനെ വിചാരിക്കാൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ശീല പ്രഭുപാദ എന്ത് ചെയ്തെന്ന് വെച്ചാല്, ശീല പ്രഭുപാദ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ താല്പര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഭഗവത്ഗീതയിലെ ശ്ലോകത്തില്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന, എല്ലാ ദിവസവും ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിരിക്കുമ്പോൾ വി ഷുഡ് ടേക്ക് ഷെൽട്ടർ ഓഫ് ഗുരു, സാധു, ശാസ്ത്രം വായിക്കണം. ഗുരുക്കന്മാരുടെ ആശ്രയം വേണം. സാധുക്കളുടെ സംഘത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ കൺഫ്യൂഷൻസ് എല്ലാം ഈസി ആയിട്ട് മാറും. നമുക്ക് എനിക്ക് അറിയുന്നില്ല ഞാൻ എന്താ ചെയ്യണ്ടേ എന്ന് തോക്കുമ്പോ സാധുക്കളായിട്ടുള്ളവർ വന്നിട്ട് സെൽഫ്ലെസ് പീപ്പിൾ, അവർ വന്നിട്ട് ഇയാളുടെ കൂടെ കൂടിയാ ഞാൻ എന്ത് നേടും, എനിക്കെന്ത് കിട്ടും, അങ്ങനെ ചിന്തിക്കത്തില്ല. സാധു, ഗുരു, സാധു, ശാസ്ത്ര, ഇങ്ങനത്തെ സത്സംഗത്തിൽ വന്നിട്ട് അവർ വന്നിട്ട് they will try to help. എസ്പെഷ്യലി ആരും ഇല്ലെങ്കിലും ശീല പ്രഭുപാദരുടെ പർപ്പോട്ട്സ് ഉണ്ട്. അപ്പൊ ഓരോരോ ദിവസം, എല്ലാ ദിവസവും നമ്മൾ ഭാഗവത്ഗീതയും ഭാഗവതവും ശ്രവിക്കണം. അപ്പൊ ഓരോരോ താല്പര്യം വായിക്കുന്നതിന് മുമ്പും ഡിയർ നമ്മുടെ പേര് എഴുതിക്കോളാം മേലെ, ഡിയർ ദിവ്യശ്രീ എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം വായിക്കുമ്പോ അപ്പൊ നമ്മള് ഈ ഇൻസ്ട്രക്ഷൻ എനിക്കാണ്, ഇത് പ്രകാരമാണ് ഞാൻ ജീവിക്കേണ്ടത്. യുവർ എവർ വെൽ വിഷർ ശില
പ്രഭുപാദ. ചില പ്രഭുപാദർ നമുക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എല്ലാ ദിവസവും നമുക്ക് യുദ്ധം നടക്കുന്നുണ്ട്. മായ ഭയങ്കര പവർഫുൾ ആണ്. എല്ലാ ദിവസവും യുദ്ധം നടക്കുന്നുണ്ട്. നമ്മുടെ യുദ്ധം ആരുടെ കൂടെയാ? മായയുടെ കൂടെയാ. ബിക്കോസ് നമ്മൾ കൃഷ്ണഭക്തരാവാൻ ശ്രമിക്കുന്നുണ്ട്, മായയെ പിടിച്ച് വിളിക്കുന്നുണ്ട്. ഈ ലോകത്തിലുള്ളവർ ആരും ജപിക്കുന്നില്ല, നീ എന്താ വ്യത്യാസമായിട്ട് ജപമാലയ്ക്കകത്ത് കൈയിട്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, ഇതെല്ലാം എന്തിനാണ്? ഇങ്ങനെ ആൾക്കാരെല്ലാം ചോദിക്കും, നീ ലോകത്തിലില്ലാത്ത ഭക്തിയാണോ? ഇങ്ങനെയല്ല ആൾക്കാർ വന്നിട്ട് നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ പിന്നാലെ നടക്കുമ്പോ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവർ വെപ്പൺ ഈസ് അവർ ബീറ്റ് ബാഗ്. നമ്മുടെ ബീറ്റ് ബാഗ് ആണ് നമ്മുടെ അസ്ത്രം. അതും മായാദേവി എന്ന് പറയുമ്പോൾ ഒരു ആള് കൃഷ്ണഭക്തനാകുമ്പോ കൂടുതൽ പിടിക്കാൻ നോക്കും. എന്ന് വെച്ചാല് മായാദേവി വന്നിട്ട് എങ്ങനെ ചെക്ക് ചെയ്യുന്ന വെച്ചാല്, കൃഷ്ണന്റെ അടുത്ത് വളരെ പ്യൂർ ആയിട്ടുള്ള ഡിവോട്ടീസ് പോയാൽ മതി എന്ന്, ശുദ്ധ ഭക്തൻ ഭഗവാന്റെ തൃപ്പാദത്തിൽ എത്തിയാൽ മതി. അപ്പൊ ഇതുപോലെ ഷോ ബോട്ടിൽ ചുമ്മാ ഷോ കാണിക്കുന്ന ഭക്തന്മാര്, അങ്ങനെ അവരെല്ലാം വന്ന് മായ ഒരുപാട് പരീക്ഷിക്കുമ്പോ അപ്പൊ പക്വപ്പെടാത്ത ഭക്തന്മാര്, അങ്ങനെയുള്ളവർ വന്നിട്ട് ജപമാലയെ ഒരിക്കലും വിടാൻ പാടില്ല. ജപമാലയെ വിടാനേ പാടില്ല. നമ്മുടെ അസ്ത്രം നമുക്ക് ജപമാലയാണ്, നാമജപം. അപ്പൊ നമ്മൾ നമ്മൾ വന്നിട്ട് ഒരിക്കലും അത് വിടാൻ പാടില്ല. അപ്പൊ നമ്മള് ആക്ച്വലി ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യും. എന്ന് വെച്ചാല് ജപിക്കാൻ എടുക്കുമ്പോ, അയ്യോ നീ രാവിലെ തുടങ്ങിയതാ ജോലി, മണി 8:30 മണിയായി, ഇനി എന്തിനാ ജപമാല? കുറച്ച് റെസ്റ്റ് എടുത്തൂടെ? ഇത്രയും അധ്വാനിച്ചില്ലേ? ഇങ്ങനെ പറയും. അതായത് മായ വന്നിട്ട് നമ്മുടെ ഫ്രണ്ട് മാതിരി പറയും, ഇത്രയും രാവിലെ മുതൽ. നമുക്കെല്ലാം കറക്റ്റ് ആയിട്ട് തോന്നും, അതെ ഞാൻ രാവിലെ എണീറ്റു, 8 മണിയാകുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി, സന്ധ്യ ആയി, 8 മണിയായി, ഇനി വീടെത്തിയിട്ടില്ല, ഇനി പോയി മാല എടുത്ത് ജപിക്കണോ? അങ്ങനെയെല്ലാം. അതായത് ഭഗവാന്റെ അടുത്തുനിന്ന് നമ്മൾ കണക്ഷൻ ആവാൻ പാടില്ല. കണക്ഷൻ ആയി പോയാൽ മായ പിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഭഗവാന്റെ അടുത്തുനിന്ന് കണക്ഷനെ നമ്മളെ നീക്കാൻ വേണ്ടിയിട്ട് മായ വന്ന് പറയും, എന്തിനാ നീ ജപമാല എടുക്കുന്നത്? നീ രാവിലെ മുതൽ കഷ്ടപ്പെട്ടില്ലേ എന്ന് പറയും. അത് സന്ധ്യ ആവുമ്പോ അങ്ങനെ പറയും. രാവിലെ ആവുമ്പോ എന്ത് പറയും? അയ്യോ നീ ഉറങ്ങിയത് പോരാ, നീ ഇനിയും കുറച്ചുകൂടെ ഉറങ്ങണം. 7 മണിക്കൂർ 8 മണിക്കൂർ ഉറങ്ങിയില്ലെങ്കിൽ ഹെൽത്തിന് നാശമാവും, ഹെൽത്ത് കേടായി പോവും. അതുകൊണ്ട് കുറച്ചുകൂടെ ഉറങ്ങിക്കോ, കുറച്ചുകൂടെ വാവോ ചാച്ചി ഉറങ്ങുന്ന് പറഞ്ഞിട്ട് രാവിലെ എണീക്കാൻ സമ്മതിക്കത്തില്ല. നമ്മൾ രാവിലത്തെ ആ സമയം വിട്ടുപോയാൽ പിന്നെ നമുക്ക് ചാൻഡിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ദിവസം മൊത്തം ആയാലും തീരത്തില്ല. അപ്പൊ മായാദേവി എന്ത് വന്ന് പറയും? ഷോ യു സ്ലീപ്. ശില പ്രഭുപാദ് പറയുന്നു, ജീവ് ജാഗോ ഗൗരാചാന്ദ്ര എഴുന്നേറ്റെ, പിശാച് മായയുടെ മടിയിലെ കിടന്ന് നീ ഉറങ്ങുന്നല്ലോ, നീ എഴുന്നേറ്റെ എന്ന് ആചാര്യന്മാര് ഗൗരാചന്ദ്ര പോലെ ഗൗരംഗ മഹാപ്രഭു പറഞ്ഞു. ഗൗരാചന്ദ്ര പോലെ എഴുന്നേറ്റെ. അപ്പോ അലാറം ക്ലോക്ക് വെക്കുമ്പോ അലാറത്തിന് ഒരു തട്ടിയിട്ട് വീണ്ടും ഉറങ്ങും. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഭക്തന്മാരെല്ലാം എന്ത് ചെയ്യുന്ന വെച്ചാല്, ശീല പ്രഭുപാദിന്റെ ഒരു ഡയലോഗ് ഉണ്ട്, ഫേമസ് ഡയലോഗ്. ആർക്കെങ്കിലും അറിയോ ശീല പ്രഭുപാദ് എന്താ പറഞ്ഞെന്ന്? ഗെറ്റ് അപ്പ് റാസ്കൽ, ഗെറ്റ് അപ്പ് റാസ്കൽ, ഗെറ്റ് അപ്പ്. ശീല പ്രഭുപാദ് അങ്ങനെയാ പറഞ്ഞ, ഡോണ്ട് സ്ലീപ്. അപ്പൊ ഡിവോട്ടീസ് എന്ത് ചെയ്യുന്ന വെച്ചാല് ഇത് വെക്കും. രാവിലെ 4 മണിയാകുമ്പോ ഗെറ്റ് അപ്പ് റാസ്കൽ, ഗെറ്റ് അപ്പ്, ഡോണ്ട് സ്ലീപ്. ഇത് കേൾക്കുമ്പോ ഡിവോട്ടീസ്, അയ്യോ പ്രഭുപാദ് വന്ന് നമ്മളെ വിളിക്കുന്നുണ്ട്, എഴുന്നേറ്റ് കണ്ണ് തുറക്ക്, എഴുന്നേറ്റ് മാല എടുക്ക്, ഓടിപ്പോയി കുളിക്കുക, മാല എടുക്ക്, ജപിക്കുക. അങ്ങനെ. അപ്പൊ നിറയെ ഭക്തന്മാർ ശില പ്രഭുപാദിന്റെ ഇത് വെക്കും. ബിക്കോസ് വേറെ എന്ത് വെച്ചാലും ഓഫ് ആക്കിയിട്ട് ഉറങ്ങണമെന്ന് തോന്നും. ശില പ്രഭുപാദ് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ, അയ്യോ സൂര്യോദയം ആവാൻ പോകുന്നു, ഇനിയും ഞാൻ ഉറങ്ങുവാണോ, ഞാൻ ജപിക്കണ്ടേ, എന്റെ ദിവസം തുടങ്ങുന്നു. അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട് 4 മണിക്ക് എണീക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 5 മണിക്ക് എണീക്കാം. 5 മണിക്ക് എണീക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 5:30ക്ക് എണീക്കാം സ്റ്റാർട്ടിങ്ങില്. അങ്ങോട്ട് അങ്ങനെ തുടങ്ങുക. ഒരിക്കലും സൂര്യോദയം കഴിഞ്ഞിട്ട് എണീക്കാൻ പാടില്ല. അത് നിങ്ങൾ ഭക്തൻ ആവണ്ട. ഭക്തൻ ഇല്ലാത്ത ആൾക്കാരും ലൈഫിൽ എന്തെങ്കിലും സാധിക്കണമെങ്കിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റാൽ മാത്രമേ സാധിക്കുള്ളൂ. സോ നോട്ട് ആഫ്റ്റർ സൺറൈസ്, ബട്ട് ഒരു ടൈം, ഒരു 5 o'clock 5:30 എടുത്തു കഴിഞ്ഞാൽ ഫിക്സ്ഡ് ആയിട്ട് ആ സമയത്തില് എപ്പോഴും ഉണർന്ന് കുറച്ചെങ്കിലും തിരുനാമം ജപിച്ച് 1-2 ശ്ലോകങ്ങൾ ശ്രവിച്ചിട്ട് പിന്നെ നമ്മുടെ ഡ്യൂട്ടീസിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ വന്നിട്ട് രക്ഷപ്പെട്ടു. മായയുടെ അടുത്ത് നമുക്ക് ഫൈറ്റ് ചെയ്യാനുള്ള അസ്ത്രങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഇല്ലെങ്കിൽ മായ നമ്മൾ പൊക്കിക്കൊണ്ട് പോകും. അങ്ങനെ മായ നമ്മളെ കൊണ്ടുപോകും. അപ്പൊ പിന്നെ നമ്മള് ഭക്തിയിൽ ഇങ്ങനെ പ്രോഗ്രസ് ആയി അപ്പൊ ഒരു 16 മാലയെല്ലാം ജപിക്കുന്ന ഒരു ഭക്തനായി മേലെ ആയ പിന്നെ യെസ്, യു ഹാവ് ടു വേക്കപ്പ് ബൈ 4:30. യു ഹാവ് ടു വേക്കപ്പ്, അറ്റൻഡ് മംഗളാരതി. അതെല്ലാം മസ്റ്റാണ്. അങ്ങനെയാണ്. സോ അതേപോലെ തന്നെ മായ പിന്നെ വന്ന് പറയും, സമ്മർ വെക്കേഷൻ അല്ലേ, ഫാമിലി ആയിട്ട് ഔട്ടിങ് പോവണ്ടേ എന്നെല്ലാം പറയും. അപ്പൊ ഔട്ടിങ് പോവാ. അപ്പൊ ഭക്തന്മാർ എന്ത് ചെയ്യും? നമുക്കൊരു ധാം യാത്ര പോവാം.
നമുക്ക് അയോധ്യയിലെ പോവാം, നമ്മൾ ദ്വാരകയിലെ പോവാം, നമ്മൾ മായാപ്പൂർ പോവാന്ന് പോകുമ്പോ അയ്യേ അമ്പലം മാത്രമേ ഉള്ളൂ എനിക്ക് കാണാന്, കുറെ സൈറ്റ് സീയിങ് എല്ലാം ഉണ്ടല്ലോ, അവിടെയെല്ലാം പോകാതെ എന്തിനാ അമ്പലങ്ങളിൽ മാത്രം പോണേ? സി മായ വിൽ കമൻസേ ലോകത്തില് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഭംഗിയായിട്ട് ഈ ലോകത്തിലെ കാണാൻ കുറെ കാര്യങ്ങളെല്ലാം ഉള്ളപ്പോ വൈ ഗോയിങ് ടു ടെമ്പിൾസ്, വൈ ഓൺലി മന്ദിർ, എന്തിനാ ടെമ്പിൾ? അങ്ങനെ മായ ഇങ്ങനെയെല്ലാം പറയും. പക്ഷെ ഒരു ഭക്തൻ വന്നിട്ട് അതെല്ലാം ഹിനോസ് ഓക്കെ നീ പറയുന്നത് പറഞ്ഞു, ഐ നോ ഐ ഹാവ് ടു ടേക്ക് അസോസിയേഷൻ ഓഫ് കൃഷ്ണ. ഞാൻ വന്നിട്ട് ഭഗവാന്റെ ആശ്രയത്തിലാണ്, ഭഗവാനെ എന്നെ കൈപിടിച്ച് കൊണ്ടുപോകുന്നത്, അതുകൊണ്ട് ഭഗവാന്റെ ഒരിക്കലും ഞാന് കണക്ഷൻ വിടത്തില്ല. എവിടെ പോയാൽ അത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയാലും അവിടെ ഉള്ള അമ്പലത്തില്, അവിടെ ഉള്ള തീർത്ഥസ്ഥലത്തില്, അവിടെ സത്സംഗം, അവിടെ പ്രസാദം, ഇതേ ഒരു ഭക്തൻ ആഗ്രഹിക്കുള്ളൂ. ബിക്കോസ് അതെല്ലാം വന്ന് മായയിലിരുന്ന് ഭക്തനെ വന്ന് കാത്തുരക്ഷിക്കും. അത് വന്നിട്ട് സോ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ വന്ന് നമ്മുടെ യുദ്ധത്തില് നമ്മള് നഷ്ടപ്പെട്ടു പോകും, നമ്മള് തോറ്റുപോകും. നമ്മുടെ മായക്കെതിരായിട്ടുള്ള യുദ്ധം ദിവസം ദിവസം നടക്കുന്ന ഈ യുദ്ധത്തില് നമ്മള് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ, നമ്മൾ സ്ട്രോങ് ആയിട്ട് നമ്മുടെ ബാറ്ററി ചാർജ് ആയില്ലെങ്കിൽ, നമുക്ക് വേണ്ട ശക്തി തിരുനാമത്തിൽ നിന്നും ഭഗവാന്റെ ഉപദേശത്തിൽ നിന്ന് നമ്മൾ എടുത്തില്ലെങ്കിൽ, ആചാര്യന്മാരുടെ വാണി നമ്മൾ ശ്രവിച്ചില്ലെങ്കിൽ നമ്മൾ തളർന്നു പോവും, മായ ഈസി ആയിട്ട് നമ്മൾ പൊക്കിക്കൊണ്ടു പോവും, നമ്മൾ ലൈഫിൽ തോറ്റുപോകും. അതുകൊണ്ട് എവറിഡേ നമ്മുടെ ദിവസം ദിവസം നടക്കുന്ന ഈ കുരുക്ഷേത്ര യുദ്ധത്തില് നമ്മള് തോറ്റുപോവാതിരിക്കണമെങ്കിൽ ഭഗവാന്റെ ഉപദേശം, അർജുനൻ ഭഗവാന്റെ ഉപദേശം ശ്രവിച്ചു, അത് പ്രകാരം യഥേച്ഛസി തഥാ കുരു, ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തു, നീ എനിക്ക് ആവശ്യമുള്ളത് പോലെ ചെയ്യും. ഭഗവാൻ ഒന്നും നിർബന്ധിച്ചില്ല, എല്ലാം പറഞ്ഞു കൊടുത്തു, എല്ലാം കാണിച്ചു കൊടുത്തു. ഭഗവാൻ പറഞ്ഞു യഥേച്ഛ. അപ്പൊ അർജുനൻ പറ കർഷ്യേ വചനം തവ, വാട്ട് എവർ യു സേ ഐ സിംപ്ലി ഫോളോ ഇറ്റ്, ഐ സിംപ്ലി ഫോളോ യുവർ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞ് അത് അങ്ങനെ ഫോളോ ചെയ്തു. ഇന്ന് അർജുനൻ മാതിരി ഫേമസ് ഇല്ല. ഇത്ര യുഗങ്ങൾ കഴിഞ്ഞു ഇപ്പോഴും എ ഫോർ അർജുന, എന്ന് അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പേരിൽ ഇഷ്ടംപോലെ അർജുനനെ കാണാൻ പറ്റും. ബിക്കോസ് ഹി വാസ് എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് കൃഷ്ണ, വെരി ഗുഡ് ഡിവോട്ടി ഓഫ് കൃഷ്ണ, വെരി ഫേമസ് ഡിവോട്ടി ഓഫ് കൃഷ്ണ. അപ്പൊ ഇന്നും നമ്മൾ ഓർക്കുന്ന കാരണം കീർത്തി. അർജുനൻ വന്നിട്ട് ഭഗവാൻ പറഞ്ഞത് കേട്ടത് കൊണ്ട് അകീർത്തി ഇരുന്ന് രക്ഷപ്പെട്ടു, ഫുൾ കീർത്തിയായി, വളരെ സക്സസ്ഫുൾ ആയിരുന്നു. അതുപോലെ നമ്മളും സക്സസ്ഫുൾ ആയിട്ട് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ പേരും നമ്മുടെ ഫാമിലിയുടെ പേരും എല്ലാം ഒരു ആള് ഭക്തനായാലും എന്ന് വെച്ചാല് രാക്ഷസന്മാരുടെ ഇടയ്ക്ക് ഒരു പ്രഹ്ലാദൻ ഇപ്പോഴും നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. ലങ്കയില് ഒരു വിഭീഷണൻ ഇപ്പോഴും നമ്മൾ പറയുന്നുണ്ട്, അവരെല്ലാം പറയുന്നുണ്ട്. ബിക്കോസ് അവരെല്ലാം വന്നിട്ട് കൃഷ്ണഭക്തന്മാരായി രാമഭക്തന്മാരായിരുന്ന അവരുടെ കർത്തവ്യം കറക്റ്റായിട്ട് ചെയ്തത് കൊണ്ട് അവരെ ഇപ്പോഴും നമ്മൾ ഓർക്കുന്നുണ്ട്. സോ ഈ കാര്യങ്ങളെല്ലാം ഓർത്തിട്ട് നമ്മുടെ ലൈഫില് ഹൗ somehow or the other ഏനക്കേന പ്രകാരേണ മന കൃഷ്ണ നിവേശേസ്, ബൈ ഹുക്ക് ഓർ ക്രുക്ക് കണക്ട് ടു കൃഷ്ണ, somehow or the other get connected to Krishna, then we will be saved from the greatest danger. വളരെ വലിയ ആപത്തിൽ നിന്ന് നമ്മൾ കാത്തുരക്ഷിക്കപ്പെടും. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടെ ഇന്നത്തെ ഡിസ്കഷൻ നമുക്ക് നിർത്താം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ കമന്റ്സോ ഉണ്ടെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാജി, താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സോ എല്ലാവർക്കും ക്ലിയർ ആണോ? ഹരേ കൃഷ്ണ. ക്ലിയർ ഹരേ ആണ് കൃഷ്ണ. മാതാജി, നല്ല ക്ലാസ് ആയിരുന്നു മാതാജി. താങ്ക് യു സോ മച്ച്. അപ്പൊ ഹരേ എല്ലാവരും കൃഷ്ണ. മാതാജിയാണോ ഇന്നും ക്ലാസ് എടുക്കുന്നത്? ഞാൻ ഇന്നാ ഇത് കണ്ടേ. എന്ത് ഇടയ്ക്ക് എന്നെ വിളിക്കുമ്പോ ഞാൻ വരാറുണ്ട്. ഞാന് ശ്രീദേവി തിരുവല്ല സത്സംഗത്തിലെ ഓക്കെ മാതാജി. മോഡെടുത്തിരുന്ന് ഞാനപ്പൊ ഇന്ന് നോക്കിയപ്പം ഇത് കിടക്കുന്നു, ഇങ്ങനെ ഇത് വന്ന് കിടക്കുന്നു. അന്നേരം ഞാൻ കേറി നോക്കിയതാ. വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഹരേ കൃഷ്ണ. അപ്പൊ എല്ലാ ഭക്തന്മാർക്കും വിനീതമായ പ്രണാമം. നമ്മൾ കേട്ടതില് പഠിച്ചതില് ഏതെങ്കിലും 1-2 വാക്കുകൾ നമ്മൾ തീർച്ചയായിട്ടും ലൈഫിൽ അപ്ലൈ ചെയ്യണം. ഇല്ലെങ്കിൽ കേട്ടതിൽ ഒരു പ്രയോജനം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ കേട്ടതില് നമ്മൾ ഭഗവാന്റെ ഇൻസ്ട്രക്ഷനിൽ ഒരു വാക്കെങ്കിലും നമ്മൾ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ലൈഫ് വളരെ സക്സസ്ഫുൾ ആകും. സോ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടെ നമ്മുടെ ഡിസ്കഷനിൽ നിർത്താം. വന്നു ചേർന്ന എല്ലാ ഭക്തന്മാർക്കും എന്റെ വിനീതമായ പ്രണാമം. വാഞ്ചാ കൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച
पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। अनंत कोटि वैष्णव वृंद की जय, गौरांग भक्त वृंद की जय, जगत गुरु शिल प्रभुपाद की जय, श्रीमद् भगवद गीता महाग्रंथराज की जय, शिल प्रभुपाद की जय। हिताय गौर Thank you, Maji. प्रेमानंदे हरि हरि बोल। നന്ദി हरे മാജി. Thank कृष्णा you, Maji. പ്രണാം. നന്ദി മാജി. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ്. हरे कृष्ण। हरे कृष्णा। Close. Hare Krishna. Thank you, Maji. Close it, Maji. Hare Krishna.